ഇന്ന് നമുക്ക് ലെറ്റേഴ്സ് ഫ്രം മദേഴ്സ് ഓഫ് നെഞ്ഞപ്പറമ്പ് ടു ദ സുപ്രീം കോർട്ട് എം.എ. റഹ്മാൻ എഴുതിയ ഒരു സത്യവാങ്മൂലം എന്ന് പറയാം. അതായത് നമ്മുടെ എൻഡോസൾഫാൻ ബാധിച്ച ആ ഒരു പ്ലേസിനെ പറ്റി എഴുതിയതാണ്. അവിടുത്തെ ജനങ്ങളുടെ രീതി ആർക്കൊക്കെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മലയാളി തന്നെ എഴുതിയ ഒരു സംഭവം. അദ്ദേഹം ഒരു പ്രൊഫസറാണ്, ഒരു ആക്ടിവിസ്റ്റാണ്, ഒരു ക്രിറ്റിക് ആൻഡ് ഫിലിം മേക്കറാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഹാപ്പൻ ടു സുബയ്യ മണിയാനി ഹു വാസ് എൻട്രസ്റ്റഡ് വിത്ത് ദ ടാസ്ക് ഓഫ് ബറിയിങ് എൻഡോസൾഫാൻ? അതായത് ഒരാളെ ഈ ഒരു എൻഡോസൾഫാനൊക്കെ കുഴിച്ചു മൂടാൻ ഏൽപ്പിച്ചിരുന്നു. അയാൾക്ക് എന്താ സംഭവിച്ചതെന്നാണ്. അപ്പോൾ അദ്ദേഹം മരിച്ചു. എന്തുകൊണ്ട്? അദ്ദേഹം കുഴിച്ചു മൂടിയ ആ ഒരു എൻഡോസൾഫാൻ്റെ പോയിസണസ് കാരണം, അതിൻ്റെ ആ ഒരു എഫക്റ്റ് കാരണം അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു ആർ റെഫേർഡ് ടു ആസ് ദ മെർസിനറി പ്രോഫിറ്റേഴ്സ്? മെർസിനറി പ്രോഫിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലാഭക്കൊതിയന്മാർ, ക്യാഷിന് വേണ്ടി എന്തും ചെയ്യാവുന്ന ലാഭക്കൊതിയന്മാർ എന്നാണ്. അത് ഇവിടെ ആരെ പറ്റിയിട്ടാണ് പറഞ്ഞത് എന്നാണ്. അപ്പോൾ അതിന് ആൻസർ അത് ആ ഒരു കുറച്ച് മെമ്പേഴ്സുകളാണ്. എവിടുത്തെ? ഫ്രം ദ അക്കാഡമിക് കമ്മ്യൂണിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ്, അതായത് അക്കാഡമിക് കമ്മ്യൂണിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റിലെ ചില മെമ്പേഴ്സാണ്. ഹു ആർ, അവർ എങ്ങനെയുള്ളതാണ്? ഇഗ്നോറൻറ്റ് എബൌട്ട് ദ ജോഗ്രഫി ഓർ കൾച്ചർ ഓഫ് കാസർഗോഡ്. ആ കാസർഗോഡിലെ ജോഗ്രഫി ഒന്നും അവർക്കറിയില്ല. അതൊന്നും അറിയാതെയാണ് ഇവർ അവിടെ ഇങ്ങനെ ആളുകൾ താമസിക്കുന്നുണ്ട്, ഇതുണ്ട്, അങ്ങനെയൊന്നും അവർക്ക് അറിയില്ല. പിന്നെ റിവർ പോകുന്നുണ്ട്, അത് പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ ജനങ്ങൾക്ക് അത് സ്പ്രെഡ് ചെയ്യാനുള്ള ജോഗ്രഫി അവർക്കറിയില്ല. പിന്നെ ആ ഒരു 11 പഞ്ചായത്തുകളിലേക്കും ഈ ഒരു പ്ലാന്റേഷൻ കോർപ്പറേഷന് വ്യാപിച്ചു കിടക്കുന്നുണ്ട് എന്നൊന്നും അവർക്കറിയില്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അവരാരാണ് ശരിക്ക്? ദേ ആർ ദ മെമ്പേഴ്സ് ഓഫ് ദ അക്കാഡമിക് കമ്മ്യൂണിറ്റി ഓഫ് ദ അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ്. അവരെങ്ങനെയുള്ളവരാണ്? ഹു ആർ ഇഗ്നോറേറ്റ് അബൌട്ട് ദ ജോഗ്രഫി ഓർ കൾച്ചർ ഓഫ് കാസർഗോഡ്. പിന്നെ ഇതാ അല്ലെങ്കിൽ ദ ഇൻഹറൻറ്റ് കോൺട്രാഡിക്ഷൻ എംബഡഡ് ദ ഫാക്ട് that the plantation corporation is spread over 11 പഞ്ചായത്ത്സ്. അതായത് 11 പഞ്ചായത്തുകളിൽ ഇവരുടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഇങ്ങനെ വ്യാപിച്ച് കിടക്കാമെന്നൊന്നും അവർക്ക് അറിയില്ല. അങ്ങനത്തെ ആളുകളാണ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ മെക്കാബർ ഡാൻസ് ഓഫ് ഡെത്ത്? മെക്കാബർ ഡാൻസ് ഓഫ് ഡെത്തിൻ്റെ ഫിഗർ ഓഫ് സ്പീച്ച് എന്താണെന്നാണ്. അത് പേഴ്സോണിഫിക്കേഷനാണ്. അതായത് ഡെത്ത് ഈസ് സ്പോക്കൺ ഓഫ് ആസ് എ ഡാൻസർ. അതായത് ഇവിടെ മരണത്തെ ഒരു ഡാൻസറായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, എല്ലാവരുടെ ജീവിതം വെച്ചിട്ട് അമ്മാനമാടുക, അങ്ങനത്തെ ഒരു ഇതാണ്, പേഴ്സോണിഫിക്കേഷനാണ്. എന്താണ് മെക്കാബർ ഡാൻസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ? അത് പേഴ്സോണിഫിക്കേഷനാണ്. അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത് ഡെത്ത് ഈസ് സ്പോക്കൺ ഓഫ് ആസ് എ ഡാൻസർ. ഒരു ഡാൻസറിനെ പോലെയാണ് ഡെത്ത് അവിടെ സംസാരിക്കുന്നത്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, വൈ ഡു ദ വിമൻ ഫിയർ കോൺസെപ്ഷൻ ആൻഡ് നോട്ട് അബോർഷൻ? അതായത് നമ്മൾ പറഞ്ഞു അവിടുത്തെ കാസർഗോഡിൽ ഉള്ള ആ ഒരു സ്ത്രീകളൊക്കെ ഗർഭം ധരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ അബോർഷൻ ചെയ്യുക എന്ന് പറയുന്നത് അവർക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. അവർ കാരണം ഒരാളും കൈയില്ലാത്ത അല്ലെങ്കിൽ തല വീർത്തിട്ടുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ഒരു അമ്മയും തയ്യാറാവില്ല. അപ്പോൾ അവർക്ക് ഗർഭം ഉണ്ടാവുമ്പോൾ തന്നെ അവർ പേടിച്ചിട്ടാണ് അവർ അങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സ്ത്രീകൾ ആ ഒരു അബോർഷനെ പേടിയില്ലാത്തത്? പിന്നെ ഗർഭം ധരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് പേടി എന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ അവർക്ക് പേടിയാണ്. അവർ ഗർഭം ധരിക്കുമ്പോൾ തന്നെ കുഞ്ഞ് തല വലുതാവോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ വരുമോ അവർ ജനിക്കുമ്പോൾ എന്നുള്ളൊരു പേടിയാണ് എല്ലാ സ്ത്രീകൾക്കും. പിന്നെ അത് മാത്രമല്ല, ഈ MTP, അതായത് നമ്മുടെ ഈ ഒരു അബോർഷന് MTP ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് ധൈര്യമായിട്ട് അബോർഷൻ ചെയ്ത് കളയുക. കാരണം നമ്മളിവിടെ നിയമപരമായിട്ട് അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ അബ്രോഡിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെയൊക്കെ സ്ട്രിക്ട്ലി ഇത് പ്രോഹിബിറ്റഡ് ആണ് MTP ചെയ്യുക എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ അത് ബാനഡ് അല്ലാത്തതുകൊണ്ട് അതിന് ഒരു കുഴപ്പമില്ലാതെ അവർക്ക് ഫ്രീ ആയിട്ട് അത് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ത്രീകളൊക്കെ ഈ ഒരു അബോർഷന് ഇഷ്ടപ്പെടുന്നതും പിന്നെ ഗർഭം ധരിക്കാൻ അവർക്ക് പേടിയുള്ളതും അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിന് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ദേ ഫിയർ കോൺസെപ്ഷൻ ആൻഡ് നോട്ട് അബോർഷൻ ബിക്കോസ് വെൻ ദേ കൺസീവ് ദേ ആർ വറീഡ് ഇഫ് ദ ചൈൽഡ് വിൽ ബി ബോൺ വിത്ത് എ സ്വോലൻ ഹെഡായിട്ട് ബോൺ ചെയ്യുമോ.
and with other genetic defects and problems. Okay, they don't fear abortion because there is the MTP Act, and so they won't have any legal problems. ലീഗലായിട്ട് ഒരു പ്രോബ്ലംസ് അവർക്ക് വരില്ല. ഫിഫ്ത്ത് നോക്കുക, വാട്ട് വാസ് ദ ഷോക്കിംഗ് ന്യൂസ് ഐറ്റം ദാറ്റ് അപ്പിയർഡ് ഇൻ ദ മാതൃഭൂമി ഡെയിലി ഓഫ് May 9, 2012? അന്നത്തെ ഒരു പത്രത്തിലുണ്ടായിരുന്ന ഷോക്കിംഗ് ന്യൂസ് എന്താണെന്നാണ്. അത് അന്ന് അവിടെ ആ ഒരു ഹെഡിങ് എൻഡോസൾഫാൻ ഇരയായ കുടുംബത്തിൽ ജനിച്ച ഒരു കുഞ്ഞ് മരിക്കുന്നു എന്നാണ് അതിൻ്റെ ഹെഡിങ് കേട്ടോ. എന്താണ്? ന്യൂ ബോൺ ഇൻഫൻറ്റ് ഓഫ് എൻഡോസൾഫാൻ അഫ്ലിക്റ്റഡ് ഫാമിലി ഡൈസ്. അതായത് എൻഡോസൾഫാൻ ബാധിച്ച ഒരു കുടുംബത്തിലുള്ള ഫാമിലിയിലുള്ള ഒരു കുഞ്ഞ് ഇൻഫൻറ്റ് ഡൈ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഹെഡിങ്. അപ്പോൾ ഈ ഒരു കുട്ടി ജനിച്ചത് ഇത് ആർക്ക് ജനിച്ചതാണ്? ടു മമത ആൻഡ് നാരായൺ ഓഫ് അദൂർ. കൈത്തോടുള്ള മമതയ്ക്കും നാരായണനും ജനിച്ചിട്ടുള്ള ഒരു കുഞ്ഞാണിത്. ചൈൽഡ് എങ്ങനെയാണ്? പ്രീമച്ചുറാണ്, അതായത് ഇത് മാസം തികയാതെ പ്രസവിച്ചു. അത് ഹവേഴ്സിനുള്ളിൽ ഡൈഡ് വിത്തിൻ ഹവേഴ്സ് ഓഫ് ബർത്ത് അറ്റ് കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ്. ആ കുഞ്ഞിന് ഐസ് ഉണ്ടായിരുന്നില്ല, കണ്ണുകൾ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അത് എന്താണ്? എൻഡോസൾഫാൻ ബാധിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഹെഡിങ് എ ന്യൂ ബോൺ ഇൻഫൻറ്റ് ഓഫ് എൻഡോസൾഫാൻ അഫ്ലിക്റ്റഡ് ഫാമിലി ഡൈസ് എന്നിട്ടത് നോക്കി വെക്കുക. അപ്പോൾ അത് ഉണ്ടായിട്ടുള്ളത് മമതക്കും നാരായൺ ഓഫ് അദൂർ, അദൂറിലുള്ള കൈത്തോട് എന്ന സ്ഥലത്ത് ചൈൽഡ് വിത്ത് പ്രീമച്ചുർ ഡൈഡാണ്. നേരത്തെ പ്രസവിച്ച് ഹവേഴ്സിനുള്ളിൽ മരിച്ചു. പിന്നെ ഐസൊന്നും ഉണ്ടായിരുന്നില്ല. സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കുക, ഹൗ ഡിഡ് ദ വില്ലേജ് അക്വയർ ദ നെയിം ഓഫ് കൈത്തോട്? കൈത്തോട് എന്ന പേര് ആ ഗ്രാമത്തിന് എങ്ങനെയാണ് കിട്ടിയതെന്ന്. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ വളരെ കാലം മുമ്പ് മുഹമ്മദ് ഷാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ തുരങ്കം കുഴിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് കൈക്കോട്ടൊക്കെ വെച്ചിട്ട് മലമുകളിൽ നിന്നും ഇങ്ങനെ ഒരു അരുവി ഒരു ഗ്രാമത്തിലേക്ക് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കൊടുത്തു, ഗ്രാമത്തിലേക്ക് ആക്കി കൊടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് അതിന് കൈത്തോടിൻ്റെ ശരിക്കും മീൻസ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഓൺ ഹാൻഡ്, നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കിയ തോട് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കൈത്തോട് മീൻസ് എ സ്ട്രീം മെയ്ഡ് ബൈ ഓൺസ് ഓൺ ഹാൻഡ്. സ്വന്തം കൈകൊണ്ട് ഒരാളുടെ അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാൾക്ക് സ്വന്തമായിട്ട് ഒരു മലമുകളിൽ നിന്നൊരു അരുവി ഒരു ഗ്രാമത്തിലേക്ക് ഇത് ആക്കി കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് കൈത്തോട് എന്ന് നിയമം വന്നത്. അപ്പോൾ വെരി ലോങ് എഗോ ഓഫ് ദ സ്ട്രീം ഓഫ് ദിസ് ഹിൽ വാസ് ഡൈവേർട്ടഡ് ടു എ വില്ലേജ് ബൈ മുഹമ്മദ് ഷാ അത് ചെയ്തത്. അപ്പോൾ വളരെ കാലം മുമ്പ് ഒരു അരുവി ഹില്ലിൽ നിന്നും ഡൈവേർട്ട് ചെയ്തു ഒരു വില്ലേജിലേക്ക്. ഹു ലിവഡ് ഓൺ ദ സൈഡ് ഓഫ് ദി ഹിൽ. അദ്ദേഹം ജീവിച്ചത് എന്താണ്? ആ മലേൻ്റെ അവിടെ തന്നെയാണ്, ആ ഹില്ലിൻ്റെ സൈഡിലാണ്. ആൻഡ് ഡഗ് ടണൽസ് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇങ്ങനെ തുരങ്കങ്ങളൊക്കെ കുഴിക്കുക എന്നുള്ള ഒരു ജോലിയാണ്. ആംഡ് വിത്ത് ഓൺലി എ സ്പേഡ് ഹി ഡൈവേർട്ടഡ് ദ സ്ട്രീം ടു ദ വില്ലേജ് ഡൗൺ ബിലോ. ആ ഒരു സ്ട്രീം അതിൻ്റെ താഴെയുള്ള വില്ലേജിലേക്കും അദ്ദേഹം ഡൈവേർട്ട് ചെയ്ത് കൊടുത്തു. ദസ് ദ വില്ലേജ് ഗോട്ട് ദ നെയിം കൈത്തോട്. ആ ഒരു വില്ലേജിനാണ് പിന്നെ കൈത്തോട് എന്ന് നെയിം കിട്ടിയത്. കൈത്തോട് മീൻസ് എ സ്ട്രീം മെയ്ഡ് ബൈ ഓൺസ് ഓൺ ഹാൻഡ്. ഓക്കെ, അത്രയാണ്. ഇനി സെവൻത്ത് നോക്കുക, ഹൗ ഡിഡ് ദ ബ്ലെസ്ഡ് സ്ട്രീം ബിക്കം എ കേഴ്സ് ഫോർ ദ വില്ലേജസ്? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഈ ഒരു കൈത്തോട്, ആ ഒരു ഇത് എങ്ങനെ, ആ ഒരു സ്ട്രീം എങ്ങനെയാണ് ഒരു വില്ലേജസിന് അതൊരു അനുഗ്രഹമായിട്ടാണ് അവർ ആദ്യം കണ്ടിരുന്നത്. പക്ഷെ അതൊരു ശാപമായിട്ട് മാറിയത് എങ്ങനെയെന്നാണ് ആ വില്ലേജസിന്. അപ്പോൾ ഇനിഷ്യലി ഈ ഒരു കൈത്തോട് നമ്മൾ പറഞ്ഞ മുഹമ്മദ് ഷാ ഉണ്ടാക്കിയ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ്. കാരണം അവർക്ക് പ്യുവർ വാട്ടർ, ഹില്ലിൽ നിന്നും വരുന്ന പ്യുവർ വാട്ടർ ആ വില്ലേജസിന് കിട്ടിയിരുന്നു. പക്ഷേ എൻഡോസൾഫാൻ അവിടെ കുഴിച്ചിട്ടതിന് ശേഷം, ബറി ചെയ്തതിന് ശേഷം അത് വെള്ളത്തിൽ മിങ്കിളായിട്ട് ഈ അരുവിയിലൂടെ ആ വില്ലേജസിലും കൂടി കിട്ടാൻ തുടങ്ങി. അപ്പം മുഹമ്മദ് ഷാൻ്റെ ഡോട്ടർ ഉണ്ട്, അതായത് അവരുടെ മുഹമ്മദ് ഷാൻ്റെ മകൾ ഹാജിറ എന്ന് പറയുന്ന ആൾ, നമ്മൾ പറഞ്ഞല്ലോ അവർ ഈ ഒരു ഹില്ലിൻ്റെ അടുത്താണ് താമസിക്കുക എന്നത്. അപ്പോൾ അവർ ഈ ഒരു ബാങ്ക്, അത് ഈ ഒരു തീരത്തിൻ്റെ സ്ട്രീമിൻ്റെ തീരത്താണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അവരുടെ ചിൽഡ്രൻ എങ്ങനെയാണ് എൻഡോസൾഫാൻ്റെ വിക്ടിംസ് ആയിട്ടാണ് അവർ ബോൺ ചെയ്തത്. അതിൽ ഒരാളുണ്ടായിരുന്നു ഉമൈബത്ത് ഷാരിയ. അവൾക്ക് ഒരു എൻലാർജഡ് ഹെഡ്, നമ്മൾ കണ്ടിട്ടുണ്ട് തല ഇങ്ങനെ വലുതായിട്ട്, അങ്ങനത്തെ ഹെഡായിട്ടാണ് ഉമൈബത്ത് ഷാരിയ. അതായത് ഈ
നമ്മുടെ മുഹമ്മദ് ഷാൻ്റെ ഡോട്ടറായിട്ടുള്ള ഹാജിറയുടെ മകളാണ് ഈ ഉമൈബത്ത് ഷാരിയ. അവൾക്ക് വലിയ തലയായിട്ട് ജനിച്ചു. അതുപോലെ തന്നെ ഒരുപാട് ഈ കൈത്തോടിൽ ഒരുപാട് ചിൽഡ്രൻസുകൾ ഇങ്ങനെ പല ഡിഫക്ട്സ് ആയിട്ട് ജനിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഉമൈബത്ത് ഷാരിയ ഡൈഡ് ഇൻ ജൂലൈ 2012 മരിക്കുകയും ചെയ്തു കേട്ടോ. അതാണ് സംഭവം. അപ്പോൾ ഇനിഷ്യലി കൈത്തോട് മെയ്ഡ് ബൈ മുഹമ്മദ് ഷാ വാസ് എ ബ്ലെസ്സിങ് ആസ് ഇറ്റ് സപ്ലൈഡ് പ്യുവർ വാട്ടർ ടു ദ വില്ലേജേഴ്സ്. പ്യുവർ വാട്ടർ തന്നിരുന്നു. ബട്ട് സ്ലോലി ദ എൻഡോസൾഫാൻ ബറീഡ് ഹൈ അബോവ് ഹാസ് ഫ്ലവർഡ് ഡൗൺ സ്ട്രീം. മുഹമ്മദ് ഷാസ് ഡോട്ടർ ഹാജിറ ലിവ്സ് ഓൺ ദ ബാങ്ക് ഓഫ് ദി സ്ട്രീം. സ്ട്രീമിൻ്റെ അടുത്താണ് മുഹമ്മദ് ഷായുടെ ഡോട്ടറായിട്ടുള്ള ഹാജിറ താമസിക്കുന്നത്. ഹർ ചിൽഡ്രൻ വെർ ബോൺ എൻഡോസൾഫാൻ വിക്ടിംസ്. One of them, ഉമൈബത്ത് ഷാരിയ, had an enlarged head, വലിയ തല ആയിട്ടും അതുപോലെ കൈത്തോട് ഹാസ് മെനി ഡിഫോമഡ് ചിൽഡ്രൻസ്. പിന്നെ ഉമൈബത്ത് ഷാരിയ ഡൈഡ് ഇൻ ജൂലൈ 2012. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ ഈസ് ദ ഗവൺമെൻറ് കോംപ്ലിസിറ്റ് ഇൻ ദ അബ്യൂസ് ഓഫ് എൻഡോസൾഫാൻ? എൻഡോസൾഫാൻ്റെ ദുരുപയോഗത്തിൽ ഗവൺമെൻറ്റിൻ്റെ പങ്ക് എന്താണെന്നാണ്. അപ്പോൾ ശരിക്കും അതൊരു ഗവൺമെൻറ്റിൻ്റെ ഫോൾട്ടാണ്. കാരണം അവരവിടുത്തെ ജോഗ്രഫി ഇതൊക്കെ ഇതാക്കിയിട്ട് ആ ഒരു ഇതിന് അവർക്ക് മാനുഫാക്ചറിങ്ങിന് അവർ സമ്മതം കൊടുക്കാൻ പാടുള്ളായിരുന്നു. പക്ഷേ ഗവൺമെൻറ് ഗ്രീഡിയാണ്, ആർത്തിയുള്ള ആളുകളാണ്. ഓക്കെ, അപ്പം ശരിക്കും ഈ ഒരു എൻഡോസൾഫാനെ ബാധിച്ചത് ലോ ക്ലാസ് പീപ്പിളിനെയാണ്, മാർജിനലൈസ്ഡ് ആക്കപ്പെട്ടിട്ടുള്ള ലോ ക്ലാസ് പീപ്പിളിനെയാണ് അധികവും ഇത് ബാധിച്ചിട്ടുള്ളത്. The endosulfan victims are the marginalized people who are at the lowest strata of the society. സൊസൈറ്റിയിൽ തന്നെ ലോവസ്റ്റ് സ്ട്രാറ്റയുള്ള പീപ്പിൾസിനെയാണ്. അതുകൊണ്ട് തന്നെ the government is at least bothered about their welfare. The government departments and greedy members of the academic community collude to help the manufacturer of endosulfan. അതായത് ഈ ഒരു എൻഡോസൾഫാൻ്റെ മാനുഫാക്ചേഴ്സിനെ ഇവർ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ അവരും അതിൽ കൂടി ചേരുകയാണ് ചെയ്തത്. They pretend that agriculture in the country would suffer seriously if endosulfan is banned. കൃഷിയാണ് വലുത്, എൻഡോസൾഫാൻ ബാൻ ചെയ്താൽ കൃഷി നശിക്കും എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് മാത്രമല്ല, അപ്പോൾ ഇതൊക്കെ ബാധിച്ചതിന് ശേഷം നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ സ്ട്രിക്ട്ലി അത് പ്രൊഹിബിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഫോട്ടോ എടുക്കാൻ പാടില്ല ഈ ഒരു ഹോസ്പിറ്റലിൽ മുമ്പ് നിന്ന് വെച്ചിട്ട്. കാരണം അതവർക്ക് ബാഡ് പബ്ലിസിറ്റി കൊടുക്കും. കാരണം ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഫോൾട്ടാണല്ലോ. അപ്പോൾ ഇതൊക്കെ അവർ പബ്ലിഷ് ചെയ്താൽ ഗവൺമെൻറ്റിനാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോഗ്രാഫ്സ് എടുക്കുക എന്നുള്ളത് അവർ പ്രൊഹിബിറ്റ് ചെയ്തിരുന്നത്. പിന്നെ നോ ഓട്ടോ സ്പൈസസ് ആർ കണ്ടക്റ്റഡ് ടു അസർട്ടൻ how much endosulfan has accumulated in the bodies of the dead ones. അതായത് ഓരോ ആളുകളിലും എത്രമാത്രം ഈ വിഷാംശം ഉണ്ട് എന്നൊന്നും അവർ അളന്ന് നോക്കുകയോ അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാവുമല്ലോ, നമ്മൾ മെഷർ ചെയ്യാനുള്ളത് അങ്ങനെയൊന്നും അവർ ചെയ്തിട്ടില്ല. അവരതിന് ഭയങ്കര നിസ്സാരമായിട്ട് ഫോട്ടോയോ ഒന്നും പബ്ലിഷൊന്നും ചെയ്യാൻ അയക്കാതെ തന്നെ അവർ അത് ബറി ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗവൺമെൻറ് നല്ലൊരു ഏണസ്റ്റ് ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ ഈ ഒരു ട്രാജഡീസിനെ അവർക്ക് തടയാമായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യന്, ഹൗ ഡിഡ് എൻഡോസൾഫാൻ പൊല്യൂട്ട് ദ വാട്ടർ ബോഡീസ്? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ, ശരിക്കും നമ്മുടെ ഈ എൻഡോസൾഫാൻ നമ്മൾ കൃഷിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ അത് ഫീൽഡിൽ സ്പ്രേ ചെയ്തു. പക്ഷേ റെയിൻ വന്നപ്പോൾ അത് സ്ട്രീംസിലെത്തി. അപ്പോൾ ഇത് ശരിക്കും എൻഡോസൾഫാൻ്റെ സ്പ്രേ ചെയ്യൽ ബാൻ ചെയ്തിരുന്നു. 2000 തന്നെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരുപാട് സ്റ്റോക്കുകൾ, അൺയൂസ് ചെയ്യാത്ത ഈ ഒരു എൻഡോസൾഫാൻ്റെ സ്റ്റോക്സുകൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഇവരിതൊക്കെ എന്താ ചെയ്തത്, അവിടെ ഉള്ള ഒരു സ്ഥലത്ത് അവരതൊക്കെ കുഴിച്ചിട്ട് ബറി ചെയ്തു. പിന്നെ അവിടെ തന്നെ ഒരു ഹെലികോപ്റ്ററൊക്കെ ലാൻഡ് ചെയ്യുന്ന ഒരു പ്ലേസ് ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു? ബിറ്റ്വീൻ ദ സർവീസസ് ഓഫ് റോക്സ് വാട്ടർ ആൻഡ് സ്മോൾ സ്ട്രീംസ് ഫ്ലോ ഇൻ ടു ദ വാലി. അതായത് നമ്മുടെ വാലീസിലൊക്കെ വാട്ടർ ഫ്ലോ ചെയ്യുന്ന സ്ട്രീംസുകളും അതുപോലെ റോക്സ് വാട്ടറൊക്കെ വരുന്ന ഇതിൻ്റെ ഒരു ഇടയ്ക്കായിരുന്നു ഈ ഹെലികോപ്റ്ററൊക്കെ ലാൻഡ് ചെയ്യുന്ന പ്ലേസ്.
അപ്പോൾ ദേ ഓവർഫ്ലോ ഓവർ ദ ടോപ്പ് സോയിൽ ആൻഡ് ദ റോഡ്സ്. അതായത് ഇതിങ്ങനെ ഒഴുകുമ്പോൾ ഇപ്പോൾ റോഡ്സിലൂടെയും അതുപോലെ സോയിലൂടെയൊക്കെ ഇത് ഒഴുകുമ്പോൾ അവിടെയൊക്കെ ഇതിനൊരു അഫക്റ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല 2 ടണൽസുകൾ, മാൻമെയ്ഡ് ടണൽസുകൾ, അതായത് അവർ തന്നെ ഉണ്ടാക്കിയ തുരങ്കങ്ങൾ അവിടെ ഉണ്ടായിരുന്നു നെഞ്ഞപ്പറമ്പിൽ. അപ്പോൾ അതെന്താണ്, ദിസ് ആർ ഫൗണ്ടൈൻസ് ഓഫ് വാട്ടർ ഫ്രം വിച്ച് സ്ട്രീംസ് ഫ്ലോ ടു ബെല്ലൂർ വില്ലേജ് ആൻഡ് അടൂർ വില്ലേജ്. അപ്പോൾ അടൂർ വില്ലേജിലേക്കും ബെല്ലൂർ വില്ലേജിലേക്കും ഒഴുകുന്ന സ്ട്രീംസുകൾ ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ദ വാട്ടർ ഇൻ ദിസ് ടണൽസ് ഈസ് യൂസ്ഡ് ബൈ ദ വില്ലേജേഴ്സ് ഡ്യൂറിങ് സമ്മർ. അപ്പോൾ ആ ജനങ്ങൾ യൂസ് ചെയ്തിരുന്ന വാട്ടർ ഈ ടണൽസിലൂടെ ഒഴുകി വരുന്ന വാട്ടറായിരുന്നു. The villagers testify that the remaining endosulfan was buried in the depths of the streams flowing between the tanks and the underground tunnels. അപ്പോൾ ആ ഒരു എൻഡോസൾഫാനെ സ്ട്രീമിൻ്റെ ഡെപ്തിലോട്ട് ഫ്ലോ ചെയ്തിട്ട് അത് ഇവർക്കും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതൊക്കെ പൊല്യൂട്ട് ചെയ്തിട്ടുള്ളത് വാട്ടർ ബോഡീസിനൊക്കെ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. എൻഡോസൾഫാൻ ഇസ് സ്പ്രെഡ് ഓവർ ദ ഫീൽഡ്സ് ഫൈനലി ഗെറ്റ്സ് വാഷ്ഡ് ഇൻ ടു ദ സ്ട്രീംസ് വെൻ ദ റെയിൻസ് ഫോൾസ്. അതായത് നമ്മുടെ ഫീൽഡ്സിലൊക്കെ സ്പ്രേ ചെയ്തിട്ടുള്ളത് ഫൈനലി ഗെറ്റ്സ് വാഷ്ഡ് ഇൻ ടു ദ സ്ട്രീംസ്. റെയിൻ വരുമ്പോൾ അത് സ്ട്രീമിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ദ സ്പ്രേയിങ് ഓഫ് ഇൻഡോസൾഫാൻ വാസ് ബാൻ ചെയ്തിരുന്നു. 2000 തന്നെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ലാർജ് സ്റ്റോക്സുകൾ, അൺയൂസ് ചെയ്യാത്ത ലാർജ് സ്റ്റോക്കുകൾ റിമൈനിങ് ഉണ്ടായിരുന്നു. ദ ഹ്യൂജ് സിമെൻറ്റ് ടാങ്ക് ഇൻ വിച്ച് എൻഡോസൾഫാൻ വാസ് പ്രിപ്പയർഡ് ഈസ് ഇൻ നെഞ്ഞപ്പറമ്പ്. അപ്പോൾ അത് നെഞ്ഞപ്പറമ്പിലായിരുന്നു. ദിസ് ഈസ് ഓൾസോ എ ലാൻഡിംഗ് പ്ലേസ് ഫോർ ഹെലികോപ്റ്റേഴ്സ്. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന ഒരു പ്ലേസും കൂടിയായിരുന്നു എന്ത്, ഈ നെഞ്ഞപ്പറമ്പ് എന്ന് പറയുന്നത്. അത് എവിടെയായിരുന്നു? ബിറ്റ്വീൻ ദ സർവീസസ് ഓഫ് റോക്സ് വാട്ടർ ആൻഡ് സ്മോൾ സ്ട്രീംസ് ഫ്ലോ ഇൻ ടു ദ വാലി. വാലീസിലൊക്കെ സ്മോൾ സ്ട്രീംസൊക്കെ ഒഴുകുന്ന, അതുപോലെ റോക്സ് വാട്ടറൊക്കെ ഉള്ള ഒരു പ്ലേസിൻ്റെ ബിറ്റ്വീനിലായിരുന്നു ഒരു ഹെലികോപ്റ്ററിൻ്റെ ലാൻഡിങ് പ്ലേസ് എന്ന് പറയുന്നത്. ദേ ഓവർഫ്ലോ ഓവർ ദ ടോപ്പ് സോയിൽ ആൻഡ് ദ റോഡ്സ്. അത് ടോപ്പ് സോയിലും എത്തും, അതുപോലെ റോഡ്സിലൊക്കെ ഈ ഒരു വാട്ടർ തന്നെയാണ് എത്തുന്നത്. Not far from here, there are 2 man-made tunnels in Nenyaparambu. These are fountains of water from streams flow to Bellur village and Adur village. അപ്പോൾ നെഞ്ഞപ്പറമ്പിലുള്ള 2 man-made tunnels ഉണ്ട്. അതിൽ നിന്നാണ് ഈ ഒരു ബെല്ലൂർ വില്ലേജിലേക്കും അടൂർ വില്ലേജിലേക്കും വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. സ്ട്രീം ഉണ്ടായിട്ട്